തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ. തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല 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 കാര്യങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിൽ ഒന്നിച്ചത്. പറഞ്ഞു വരുന്നത് ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? SNDPയുടെയും NSSന്റെയും ലയനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്. രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു. ഇപ്പം ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതനുസരിച്ച് ഇനിയിപ്പം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഒരു തരത്തിലും ഒരു പുകലിനും പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്രബല സമുദായങ്ങൾ ഒന്നിക്കുന്നു. രണ്ട് സമുദായങ്ങളും പറയുന്നത് ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു. രണ്ട് നേതാക്കളും ഒരു നേതാവിനെ ലക്ഷ്യം വയ്ക്കുന്നു. അങ്ങനെ മറ്റൊരു ഇപ്പം ഈ സമുദായ നേതാക്കളൊക്കെ പറയുന്നത് സമുദായത്തിലുള്ളവർ എത്ര കണ്ട് ഫോളോ ചെയ്യും, അത് മറ്റൊരു വശം. പക്ഷേ എങ്കിലും ഇവരെടുക്കുന്ന നിലപാടുകൾക്കൊക്കെ വലിയ വിലയും വലിയ രീതിയിൽ ചർച്ചയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സമുദായത്തിൽ വന്നിട്ട് നേതാവ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇയാൾക്ക് പോയി വോട്ട് ചെയ്യണം, നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ്, നമ്മൾ ഈ ഒരു നിലപാടാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലുള്ളവരൊക്കെ, ആ സമുദായത്തിലുള്ളവരൊക്കെ അങ്ങനെ പോയി വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ ഫോളോ ചെയ്യുന്നവരാണല്ലോ ഓരോ സമുദായത്തിലും ഓരോന്നിലും ഉള്ള ആളുകളൊക്കെ. അവരവരുടെ രാഷ്ട്രീയം ഫോളോ ചെയ്യും. പക്ഷേ എങ്കിലും ഈ സമുദായ നേതാക്കളുടെ വാക്കുകളൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ന്യൂസ് ആംഗിളിലേക്ക് പോകുമ്പോഴത്തേനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശകലനത്തിലേക്കാണ് ന്യൂസ് ആംഗിളിലേക്ക്. SNDPയുടെ നിലപാടും SNDP പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതിപ്പം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ എത്തിയതിന് മുന്നല്ല, അതിനു മുൻപേയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു ഏറെക്കുറെ ഒരു നിലപാടും ശൈലിയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെയും വിവാദങ്ങളൊക്കെ നിലനിന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപിൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ NSS ഉയർത്തുന്ന വിമർശനം അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. SNDPക്ക് അപ്പുറം NSS പറയുന്ന വിമർശനങ്ങളൊക്കെയും പറഞ്ഞ് കോൺഗ്രസ് ആണ് സതീശനെ വലുതാക്കുന്നത് എന്ന് പോലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇന്നലെ പറയുകയുണ്ടായി. ന്യൂസ് ആംഗിൾ ഇത് പരിശോധിക്കുന്നു. കോൺഗ്രസിലെ മറ്റു നേതാക്കളെ വിമർശിക്കാതെ സതീശനെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് അജിത് ബാബു നൽകും ന്യൂസ് ആംഗിളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ. അജിത്തെ, വിട്ട് സമുദായങ്ങൾ ഒന്നിക്കുമ്പോൾ അതിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് നേരത്തെ വ്യക്തമാണ്. അദ്ദേഹം പ്രഖ്യാപിത ശത്രുവായി തന്നെ VD സതീശനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിലല്ല, അതിനു മുൻപും സതീശനെതിരായ വിമർശനങ്ങളൊക്കെയും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നാലെയുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം അസാധാരണമായ രീതിയിൽ NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ദിവസം, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ്, അത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു. അത്രയും സമയം, ഏകദേശം 1 മണിക്കൂറിലധികമായിട്ട് അദ്ദേഹം ഇരുന്ന് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹം സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രമേൽ വലുതായിരുന്നു. കാരണം സമുദായ നേതാക്കളെ ഞങ്ങൾക്ക് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള VD സതീശന്റെ പരാമർശത്തെ തിണ്ണ നിരങ്ങിയതല്ലേ, ഇവിടെ വന്ന് 1.5 മണിക്കൂർ ഇരുന്നതല്ലേ, ഞാൻ പിന്നീട് കരയോഗം പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞതല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ ഇങ്ങനെ പറയുകയായിരുന്നു. അത് ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അത് തുടരുന്നത് കണ്ടു. നമ്മളിപ്പോൾ ചോദിച്ചതുപോലെ, പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ, കോൺഗ്രസിലെ മറ്റൊരു നേതാക്കളെയും ഈ സുകുമാരൻ നായർ പേരെടുത്ത് അധിക്ഷേപിക്കുന്നില്ല, പറയുന്നില്ല. ഈ ചെന്നിത്തലയൊക്കെ എത്രയെങ്കിലും വർഷം NSS മാറ്റി നിർത്തിയതാണ്. പിന്നീടാണ് അവർ ഒന്നിക്കുകയും ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടുകയും ഒക്കെയും ചെയ്തത്. പക്ഷേ VD സതീശനെ മാത്രം NSS ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും കാരണം അജിത്ത്? ഇത് പാർട്ടിയിലും, അതായത് കോൺഗ്രസ് പാർട്ടിയിലും UDF മുന്നണിയിലുമൊക്കെ ഇത് എത്ര കണ്ട് പ്രത്യാഘാതം ഉണ്ടാക്കാനാണ് സാധ്യത? സിദ്ധലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ കുറച്ച് കാലമായി കോൺഗ്രസിനുള്ളിലും പ്രത്യേകിച്ച് മാധ്യമങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലാരായിരിക്കും കോൺഗ്രസിനെ നയിക്കുന്നത്? അവിടെ 3 പേരുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. രണ്ടാമത് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് KC വേണുഗോപാൽ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ദേശീയ തലത്തിലടക്കം വലിയ സ്വാധീനമുള്ള നേതാവ്. അങ്ങനെ 3 പേരുടെ പേരുകൾ. ഈ 3 പേരുടെ പേരുകൾ നിൽക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകളുടെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു. അവിടെ വിജയങ്ങൾ ഉണ്ടാകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖമാകെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 2 പ്രബല സമുദായങ്ങൾ ഒരേപോലെ, ഒരേ വാക്കുകൾ, ഒരേ സ്വഭാവത്തിൽ, ഒരേ ശൈലിയിൽ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം,
ഈ ഏറ്റവും നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ ആര് നയിക്കണം, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണം എന്നുള്ള ഈ സമുദായ സംഘടനകളുടെ താല്പര്യമാണ്. അതിന് അവർ ഒരിക്കലും തെരഞ്ഞെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അല്ല. കാരണം ഈ രണ്ട് സമുദായങ്ങൾക്കും വി ഡി സതീശനോട് കൃത്യമായ വിമർശനങ്ങളുണ്ട്, എതിർപ്പുണ്ട്. അത് പരോക്ഷമായി തന്നെയും പ്രത്യക്ഷമായും പറയുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ അത് നേരിട്ട് ഷാർപ്പായി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിപ്പോൾ പറയുന്നത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒരു ഓപ്ഷനായി മുന്നോട്ട് വെക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് ഈ രണ്ട് സമുദായ സംഘടനകളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ വി ഡി സതീശനെ സൈഡ് ലൈൻ ചെയ്യാൻ കാരണമാകുമെന്ന് ഈ രണ്ട് സമുദായങ്ങളും കരുതുന്നു. നമുക്കറിയാം, ഈ ഐക്യം വരുമ്പോൾ തന്നെയും ഐക്യം വാസസ് വി ഡി സതീശൻ എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനോട് ഇന്നലെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്, നിങ്ങൾ സതീശനെ അത്ര വലുതാക്കേണ്ട ആളൊന്നുമല്ല, അത്രക്കൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, അതായത് ഈ സമുദായ സംഘടനകളുടെ എതിരെ നിൽക്കാൻ മാത്രം അങ്ങനെ പറഞ്ഞു വെക്കേണ്ട ഒരു പേരല്ല, കോൺഗ്രസ്സുകാരാണ് പറഞ്ഞ് സതീശനെ വളർത്തുന്നതെന്ന് പോലും പറയുമ്പോൾ സ്വാഭാവികമായും അത് കൃത്യമാണ്. സതീശനെ മുന്നോട്ട് വെച്ച് പ്രചരണം നടത്തുന്നതിൽ, അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുകൂടി ഈ രണ്ട് സമുദായ സംഘടനകളും പറഞ്ഞു വെക്കുകയാണ്. അതിൽ NSSന്റെ വിമർശനത്തിന് നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്നുൾപ്പെടെ പറഞ്ഞ പശ്ചാത്തലം ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഇതിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. താൻ സമുദായ സംഘടനകൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, കിടക്കരുത്, താൻ കിടക്കില്ലല്ലോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ താൻ ഈ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. വർഗീയമായ കാര്യത്തെയാണ് എതിർക്കുന്നത്, കോൺഗ്രസിന്റെ നിലപാടാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ നമുക്കറിയാം, അങ്ങനെ പറയുമ്പോൾ പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഈ കാര്യത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അജിത്തെ, ശരി. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം ഇവരുടെ വാർത്താസമ്മേളനം അതായത് മിനിങ്ങാനാടത്തിൽ ഒരു വലിയ വാർത്താസമ്മേളനം നടത്തുക. ആദ്യം ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താസമ്മേളനം നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിനുശേഷമാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായിഡു വാർത്താസമ്മേളനം. അതിനുശേഷം വീണ്ടും വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ബൈറ്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താസമ്മേളനത്തിന് ശേഷം വി ഡി സതീശൻ സംസാരിച്ചതും സുകുമാരൻ നായിഡുടെ വാർത്താസമ്മേളനത്തിന് ശേഷം വീണ്ടും വി ഡി സതീശൻ സംസാരിച്ചതും രണ്ടും ഒന്നിൽ കടുപ്പിച്ചെങ്കിൽ മറ്റൊന്നിൽ മയപ്പെടുത്തുന്ന സതീശനെ നമ്മൾ കണ്ടിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ സമുദായ നേതാക്കളുടെയൊക്കെ ഇപ്പോഴത്തെ നിലപാടിനോട് കോൺഗ്രസ് പാർട്ടിയുടെയും അതേപോലെ UDFന്റെയും ഒക്കെ നിലപാടെന്ന് കാത്തിരുന്നറിയാം.